പറയോ ചാപ്പാ. മക്കളെ, നമ്മൾ അഫ്സലിനെ കോളനി പയ്യന്മാരോട് ആ ഗോഡൗണിൽ വെച്ച് കണ്ടായിരുന്നല്ലോ. അത് അവൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ട്, അവനെ കാണാൻ പോയതായിരിക്കും. എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചു, നീ കാരണം ഇല്ലാതായെന്നൊന്നും പറയരുത്. ഞാൻ നോക്കാം. നീ അവന്മാരുടെ കോളനി പോയിരുന്നടാ? അത് അബ്ദുവിന്റെ കൂടെ ചുമ്മാ പോയത്. എന്തോ ഇത്? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആ പയ്യന്മാരുടെ പോകരുതെന്ന്. നിന്നെ കണ്ടിട്ട് കൊച്ചാപ്പ എന്നെയാണ് വിളിച്ച് പറയണത്. നീ എന്നെ പഠിപ്പിക്കാറുണ്ട? നീ ഈ കേസിൽ കുറെ ആത്ത് കിടന്നതല്ലേ? ആദ്യം നീ നന്നാവും, എന്നിട്ട് മറ്റുള്ളവർ നന്നാക്കാൻ നോക്ക്. ഇതൊക്കെ വലിച്ചു കയറ്റുമ്പോൾ ഹൈ ഉണ്ടല്ലോ, അതിന്റെ കെട്ടിടം ലോയായി പോവും. ശരീരം മനസ്സ് മാത്രമല്ല, നിന്റെ സാമാനം വരെ അടിച്ചു പോകും. അവസാനം നീ ആ തൂക്കിയിട്ടോണ്ട് നടക്കേണ്ടി വരും. കൂടെ ഉള്ളമാരൊക്കെ അങ്ങ് പോകും. അവസാനം പുറത്തിറങ്ങാനും കലങ്കിയിരിക്കാനൊക്കെ വേറെ ആരും കാണത്തില്ല. അനുഭവം കൊണ്ട് പറഞ്ഞാടാ. സോറി ഇക്ക, അറിയാണ്ട് പറ്റിപ്പോയി. അറിഞ്ഞും ചെയ്യാൻ പാടില്ലടാ. ഞാൻ ചെയ്തതിനൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സോറി ഇക്ക, ഇനി ഉണ്ടാവില്ല. കുഴപ്പമില്ലടാ, ഇനിയെങ്കിലും നല്ലൊരു ജീവിക്കാം നമുക്ക്. ഇക്ക എന്റെ നീല ചട്ടി കണ്ടായിരുന്ന? എന്റെ നനച്ചിട്ടിരിക്കണ്ടാ, ഒരു അത്യാവശ്യം എടുത്തിട്ട് പോയി. ശരി, നീ കഴിയായിരുന്ന